പറഞ്ഞിരുന്നു. ഈ മിസ്റ്ററിയെ കൊണ്ട് പ്രേസലോട് എൻ്റെ ദൈവം ഈ വിവാഹം മനോഹരമായി നടത്തിച്ചു. അതെ, ഒരു പിതാവ് കാര്യാദികൾ ഒരുക്കുന്നത് പോലെ ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി. ഇന്നും അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രേസലോട്. കാരണം എൻ്റെ വീട്ടുകാർക്ക് ഇപ്പം എന്നെ ആശ്രയിച്ചാലേ ജീവിക്കാൻ പറ്റൂ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു പിതാവിനെ അതെ ഒരുക്കി തന്നു. ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതി. എൻ്റെ വീട്ടുകാരെൻ്റെ കുടുംബക്കാരെല്ലാം നോക്കിയിരുന്നു എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കയില്ലെന്നും പറഞ്ഞ്. എന്നാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ രണ്ടാം കുഞ്ഞുങ്ങളെ എൻ്റെ ഉദരത്തിൽ ഞാൻ ഗർഭം ധരിച്ച് നോർമലായി പ്രസവിച്ചു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ജനിക്കയില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം അതെ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജനിച്ചതേ ഒരു കുഞ്ഞിനെ ജനിച്ചു വളരുവാൻ ഇടമില്ല. പ്രൈസ് ലോർഡ്. നിർജീവത്വത്തിലിരിക്കുന്നു, എന്നായാലും ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളയണം എന്ന് വിധി എഴുതിയ അതേ യൂട്രസിൽ പ്രൈസ് 2 കുഞ്ഞുങ്ങളെ ഞാൻ ഗർഭം ധരിച്ചു. അതെ, ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. അവൻ്റെ കരത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. ഇന്ന് രാത്രിയിൽ ചില പ്രിയപ്പെട്ടവരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക, യേശു കർത്താവ് ഒരു സമയത്ത് യെരൂശലേമിനെ നോക്കി പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറച്ചുകൊള്ള എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു. പരിശുദ്ധാത്മാവ് ഇതേ വാചകം ഇന്ന് രാത്രിയിൽ ചില പ്രിയപ്പെട്ടവരെ നോക്കി പറയുക, അവൻ്റെ ചിറകിൻ്റെ നിഴലിലേക്ക് അടുത്തു വരുവാ. ഇന്ന് രാത്രിയിൽ അതെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം അതെ ഒരുങ്ങട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് ഇറങ്ങി വരിക. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അപ്പന്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ എല്ലാ മണ്ഡലത്തിലും ചേർന്നിരിക്കുന്നതിന് പരിധിയുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ സകല സത്യങ്ങളിലേക്കും വഴി നടത്താമെന്ന് പറഞ്ഞ് നമ്മോട് കൂടെ ഇരിക്കുന്ന നല്ല കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ ഒരു പരിധിക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, അവനെ മഹത്വപ്പെടുത്തിയാട്ടെ. അതേ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേരിൽ അറിയപ്പെടാൻ തക്കവണ്ണം അവന്റെ അഭിഷേകം അളവില്ലാത്ത വിധം അതെ ഉയരത്തിൽ നിന്ന് നമ്മുടെ മൺകൂടാരത്തിന്മേൽ ഈ നിമിഷം പകരാൻ പോകുകയാ. അതെ, അവനെ കരങ്ങളെ തട്ടി മഹത്വപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, ഈ ജനത്തിന്റെ മേൽ അളവില്ലാത്ത ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. 13 വർഷമായി അടിയനെ നടത്തി ഇതുവരെ കൊണ്ടുവന്ന അതേ ദൈവ സാന്നിധ്യം, അതേ ദൈവ സ്നേഹം, അതേ ദൈവശക്തി ഇവിടെ ഈ ജനത്തിന്റെ മേൽ കവിഞ്ഞൊഴുകട്ടെ, കവിഞ്ഞൊഴുകട്ടെ. കർത്താവേ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ, അവരുടെ വിഷയങ്ങൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ. എന്തു വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇന്ന് രാത്രിയിൽ ഇവിടെ എഴുന്നേൽക്കട്ടെ പ്രിയനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന ത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ ത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും
ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് നമുക്കിപ്പോൾ ഉറയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ സഹിച്ചതുപോലെ വിശ്വാസത്തിന് വേണ്ടി സഹിച്ചിട്ടുള്ള ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടോ? ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടോ? നമ്മളൊന്നും സഹിച്ചിട്ടില്ല. എന്നിട്ടും ക്രിസ്തുവിനെ പിൻപറ്റുന്നതിൽ നമ്മുടെ പാരമ്പര്യങ്ങളും മറ്റും നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് കേട്ട സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലെ അവസാന സാക്ഷ്യമാണെന്ന് വിചാരിക്കുക. അടുത്തൊരു നിമിഷം ജീവിച്ചിരിക്കില്ല എന്ന് വിചാരിക്കുക. ദൈവസന്നിധിയിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? തീരുമാനം ഇന്ന് വിട്ടുതരിക. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. സിസ്റ്റർ നസീലയുടെ ദൈവത്തെ ഞാൻ സേവിക്കും, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം ഉണ്ടായിട്ടേ പോകാവുള്ളൂ. സ്നാനത്തെ വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? സ്വപ്നത്തിലൂടെ. വർഷങ്ങളായിട്ട് സന്ദേശം കേട്ടിട്ട് അതനുസരിക്കാതെ നമ്മൾ നിൽക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സ്നാനം ഇനിയും ഏറ്റിട്ടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ അവസാനത്തെ സന്ദേശമാണെങ്കിൽ, ഇന്ന് നിങ്ങൾ കേട്ടത് നിങ്ങളുടെ അവസാനത്തെ സന്ദേശം ആണെങ്കിൽ, സ്നാനപ്പെടാതിരുന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വീണ്ടും വേർപെടാതെ നിൽക്കുന്നവർ, എന്നെ ശ്രവിക്കുന്നവർ, ആത്മാവിലും സത്യത്തിലും പൂർണ്ണ സാന്ദ്രത്തോടെ ആരാധിക്കുവാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങളുടെ പാരമ്പര്യമാണെങ്കിൽ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഇനി നടക്കരുത്. ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടക്കരുത്. ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടക്കുവാണെങ്കിൽ നട്ടല്ലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത്, അല്ലെങ്കിൽ വേദപുസ്തകം കൈ പിടിക്കരുത്. ഇത്രയും നാളുകൾ ഇവിടെ സന്ദേശം നൽകിയതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ചോദിച്ചത്. ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. രക്ഷിക്കപ്പെടാൻ ഇനി ഒരവസരമില്ലെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെടണം. ഇനി കർത്താവ് സിസ്റ്ററുടെ മുറിയിൽ വന്നതുപോലെ എൻ്റെ മുറിയിൽ വരാൻ പറയരുത്. ഹല്ലേലൂയ. ഞാൻ കേട്ടിടത്തോളം മുസ്ലിംസിനോട് തമ്പുരാൻ ഇടപെട്ടിട്ടുള്ളത് സ്വപ്നങ്ങളിലൂടെയാണ്, ദർശനങ്ങളിലൂടെയാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും സന്ദേശം കേൾക്കുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവർ ഇന്ന് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം, ആത്മാവിലും സത്യത്തിലും